മഴ കനത്തു പെയ്യുമ്പോൾ എല്ലാവരുടെ നെഞ്ചിലും കാർമേഘം തളം കെട്ടിയ രാത്രിയായിരുന്നു അത്. ചൂരൽമലയുടെ ആകാശത്തിനുമേൽ പെയ്തിറങ്ങിയ കനത്ത മഴ ഒരു ദുസൂചനയായി തോന്നിയിരുന്നെങ്കിലും ചൂരൽമല പുഴ ഉരുളിനെ താങ്ങുമെന്നവർ ഉറച്ചു വിശ്വസിച്ചു. എല്ലാ ദിവസത്തെയും പോലെ ആ രാത്രിയും കടന്നുപോകുമെന്ന വിശ്വാസത്തിൽ ഉണ്ടുറങ്ങിയവർ. 4 ചുവരിന്റെ സുരക്ഷിതത്വത്തിനുള്ളിൽ ഉറ്റവരുടെ സ്നേഹവലയത്തിൽ ഉറങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഉരുളെത്തുന്നത്. മണ്ണും ചെളിയും പാറക്കല്ലുകളും മരക്കൂട്ടങ്ങളും ഒന്നാകെ കുത്തിയൊലിച്ചെത്തി. ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നൽകാതെ പ്രകൃതിയുടെ സംഹാരതാണ്ഡവം. ഉറക്കത്തിലായിരുന്നവർ, ഓടി രക്ഷ നേടാൻ ശ്രമിച്ചവർ, വീടുകൾക്ക് മുകളിൽ അഭയം പ്രാപിച്ചവർ, അവരെയൊക്കെയും ഉരുൾ ചുഴറ്റിയെറിഞ്ഞു. ദുരന്തഭൂമിയിൽ ജീവനറ്റ ശരീരങ്ങളെയും നോക്കി മണിക്കൂറുകൾ മരവിച്ച് മരണം മുന്നിൽ കണ്ടിരുന്നവർക്ക് ബാക്കിയായത് ജീവൻ മാത്രം. വെട്ടം വീണപ്പോഴാണ് അവർ ഏറ്റുവാങ്ങിയ ദുരന്തത്തിന്റെ ഭീകരാവസ്ഥ നാടറിഞ്ഞത്. ഉരുൾ ഉഴുതിട്ട പാടമായി നാട് തകർന്നിരിക്കുന്നു. ഉറ്റവരും ഉടയവരുമില്ലാതെ പലരും അനാഥരായ കാഴ്ച. പലയിടങ്ങളിലും മൃതശരീരങ്ങൾ, തകർന്ന ശരീരഭാഗങ്ങൾ. ചൂരൽമലയിലും മുണ്ടക്കൈയിലും മാത്രമല്ല, അങ്ങ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാറിൽ നിന്നടക്കം മൃതശരീരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നത് ഈ ദുരന്തത്തിന്റെ ആഘാതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ചയാണ്. ആശുപത്രികളിലും ക്യാമ്പുകളിലും ഇപ്പോഴും ഉള്ളുലയ്ക്കുന്ന കണ്ണീർ കാഴ്ചകൾ മാത്രമാണുള്ളത്. ഉരുളകറ്റിയ ഉറ്റവരെ കണ്ടെത്താനാകാതെ ഇപ്പോഴും അലയുന്നവരെ കണ്ടിരിക്കാനാകില്ല. കൺമുന്നിൽ നിന്ന് അകന്നുപോയ കുരുന്നുകളും അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെയുണ്ട് ദുരന്തം ബാക്കിവെച്ച മൺകൂനകളിൽ എവിടെയോ എന്ന് നമുക്കറിയാം. വൈകാതെ തന്നെ കണ്ടെത്താനാകട്ടെയെന്ന് പ്രത്യാശിക്കാം. തിരിച്ചറിയപ്പെടാത്തവരും കണ്ടെത്താനാകാത്തവരും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഉരുളെടുത്ത ജീവിതങ്ങളെ ചേർത്തു നിർത്താൻ രക്ഷാകരങ്ങളാകാം. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്.